ഗുഡ് ഈവനിങ് എല്ലാവർക്കും പി സി ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2023 245 എന്ന ക്വസ്റ്റ്യൻ കോഡുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 10 ക്വസ്റ്റ്യൻസും അതുപോലെ ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് LDC എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിൽ എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് LDC എക്സാമിന് തൊട്ട് മുമ്പ് വരെയുള്ള 2022, 23 അതുപോലെ 24 ഒരു പകുതിയാകുമ്പോഴേക്കായിരിക്കും LDC എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിർബന്ധമായി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുപോലെ സമയം കിട്ടുകയാണെങ്കിൽ അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ നോക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഇവിടെ ഓപ്ഷൻസ്: കുറുമ്പനാട് രാജ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, തലക്കൽ ചന്തു, തച്ചോളി ഒതേനൻ എന്ന ഓപ്ഷൻസാണുള്ളത്. നമുക്കിവിടെ ആൻസർ അറിയാം അല്ലേ? അത് തലക്കൽ ചന്തുവാണ്. കൂടുതൽ എല്ലാവരും പഴശ്ശിരാജ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണത്. തലക്കൽ ചന്തുവാണ് ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ് പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം. അതായത് 1793 മുതൽ 1805 വരെയായിരുന്നു പഴശ്ശി യുദ്ധങ്ങൾ നടക്കുന്നത്. ഇതാണ് 1793 മുതൽ 1805 വരെ. അതായത് രണ്ട് വിപ്ലവങ്ങളായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ വിപ്ലവമാണെങ്കിൽ അത് 1793 മുതൽ 1797 വരെയായിരുന്നു. ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയായിരുന്നു. രണ്ടാമത്തേതാണെങ്കിൽ അത് ഇന്നു മുതൽ എന്ന് വരെയായിരുന്നു? അത് 1800 മുതൽ 1805 വരെയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെയായിരുന്നു. രണ്ടാമത്തേത് 1800 മുതൽ 1805 വരെയായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളോടെ നമ്മൾ ഈ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം. ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണം എന്തായിരുന്നു? അത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതാണ് പെട്ടെന്നുള്ള ഒരു കാരണം എന്ന് പറയാം. അല്ലെങ്കിൽ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലം എന്ന് പറയാം. ഇപ്പോൾ രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ബലമെന്ന് പറയാം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഈ പറയുന്ന വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പെട്ടെന്ന് ഈ ഒരു വിപ്ലവം ഉണ്ടാവാൻ കാരണം. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ സമയത്ത് ഈ പറയുന്ന പഴശ്ശി സൈന്യത്തെ നയിച്ചവരാരൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അത് എടച്ചേ കുങ്കൻ നായർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈതേരി അപ്പുനായർ ഉണ്ടായിരുന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ സമയത്ത് പഴശ്ശി സൈന്യത്തെ നയിച്ചവർ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. അത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, അതുപോലെ കൈതേരി അപ്പു നായരുണ്ടായിരുന്നു. എടച്ചേന കുങ്കൻ നായരുണ്ടായിരുന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി കുറിച്യരുടെ നേതാവ് നമുക്കറിയാം. ഈ തലക്കൽ ചന്തു എന്ന് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച തലക്കൽ ചന്തുവാണെന്ന് പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ അല്ലാതെ നമ്മളോട് ചോദിക്കാം. പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? കുറിച്യ നേതാവായിരുന്നു തലക്കൽ ചന്തു. ഓർത്ത് വയ്ക്കണം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് അതാണ് തലക്കൽ ചന്തു. ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച വർഷം പഠിച്ചു വെക്കണം. 1805 നവംബർ 30 പഴശ്ശിരാജ മാവിലൻ തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വെടിയേറ്റ് മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30 മാവിലന്തോട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അത് മാനന്തവാടിയിലാണ് കേട്ടോ, വയനാട്ടിലാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ നമുക്കറിയാം കേരള സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന പഴശ്ശിരാജയാണല്ലേ. അപ്പോൾ കേരള സിംഹം എന്ന പുസ്തകത്തിൻ്റെ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. സർദാർ KM പണിക്കറാണ് കേരള സിംഹം എന്ന് പറയുന്ന പുസ്തകം രചിച്ചത്. സർദാർ KM പണിക്കർ പഴശ്ശിരാജയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് കേരള സിംഹം. അതൊന്ന് ഓർത്ത് വയ്ക്കുക.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി വിപ്ലവങ്ങൾ നടക്കുന്നത്. രണ്ടായിട്ടാണ് 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി വിപ്ലവം, 1800 മുതൽ 1805 വരെ രണ്ടാം പഴശ്ശി വിപ്ലവം. ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരമായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണമാണെങ്കിൽ അത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമെന്ന് പറയാം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ പെട്ടെന്ന് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് പെട്ടെന്ന് ഈ പറയുന്നത് സെക്കൻഡ് പഴശ്ശി വിപ്ലവം ഉണ്ടാകുന്നത്. ഇനി കുറിച്യ നേതാവ്, നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ്, അത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലാണ്. അത് തലയ്ക്കൽ ചന്തുവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. ഇനി പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച വർഷം 1805 നവംബർ 30 മാവിലൻ തോടിൽ വെച്ചിട്ടാണ്. കേരളസിംഹം എന്ന പേരിൽ പഴശ്ശിരാജയെക്കുറിച്ച് കൃതി രചിച്ചാരാണെന്ന് ചോദിച്ചാൽ അത് KM പണിക്കറാണ്, സർദാർ KM പണിക്കറാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ്? ഇവിടെ 250, 150, 300, 350 എന്നിങ്ങനെ ഓപ്ഷനുണ്ട്. നമുക്കറിയാം ഓപ്ഷൻ എ ആണ് 250 രൂപയാണ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 250 രൂപയാണ് ആൻസർ വരുന്നത്. ഇനി വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം. വിവരാവകാശ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കി 2005 ജൂൺ 15 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2005 ജൂൺ 15, നിലവിൽ വന്ന 2005 ഒക്ടോബർ 12 അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് അതുപോലെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് വിവരാവകാശ നിയമപ്രകാരം ഒരാൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ മറുപടി 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ലഭിക്കണം അല്ലേ. ഒരാൾ അപേക്ഷ കൊടുത്താൽ മറുപടി 30 ദിവസത്തിനുള്ളിൽ ലഭിക്കണം. അതുപോലെ ഈ പറയുന്ന ഒരു അപേക്ഷ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ ഒരാൾ അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ അയാൾക്ക് ഉത്തരം ലഭിക്കണം, മറുപടി ലഭിക്കണം. 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കേണ്ട കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ജീവനെയും സ്വത്തിനെയൊക്കെ ബാധിക്കുന്ന കേസുകളാണെങ്കിൽ അതങ്ങനെയാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇത് പാസ്സാക്കാൻ കാരണമായ സംഘടന, അത് ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന. ഓക്കെ, അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് 2005 ജൂൺ 15 പാർലമെൻറ്റ് പാസ്സാക്കി. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. ഈ ഒരു സംഘടനയാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന. അതൊന്ന് ഓർത്തു വയ്ക്കാം. പിന്നെ നമ്മൾ ഈ കറണ്ട് അഫെയർ ആയിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? അതായത് കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അത് വിശ്വാസ് മേത്തയാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. അപ്പോൾ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? അത് ഹീരാലാൽ സമരിയ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ഈ ഒരു അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുണ്ട്. LDC വേൾഡ് എക്സാമിന് ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് CIC നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ സെൻട്രൽ CIC പഠിച്ചു അല്ലേ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് കേരള വിശ്വാസ് മേത്തയാണ്. അതുപോലെ സെൻട്രൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണത്? ഹീരാലാൽ സമരിയയാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഓപ്ഷൻ എ നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങൾ, ബി ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഡി സംസ്ഥാന നിയമസഭകളിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ.
ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്ന് പറയാം. അതുപോലെ ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിയമസഭയുണ്ടെങ്കിൽ അവിടുത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ. ഇപ്പോൾ സംസ്ഥാന നിയമസഭകളിലെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നിയമസഭകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി നമുക്കറിയാം ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണെന്ന് പറയാം ഇന്ത്യൻ പാർലമെൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ ഏതാണ്? അത് ഇന്ത്യൻ പാർലമെൻറ്റാണ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ദ്വിമണ്ഡല സഭയാണ്. ദ്വിമണ്ഡല സഭ, ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. അതാണ് രാജ്യസഭ, അതുപോലെ തന്നെ ലോകസഭ. രാജ്യസഭ, ലോകസഭ, അങ്ങനെ 2 മണ്ഡലങ്ങളാണ് ഈ പറയുന്ന ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളത്. ഇനി ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് വെച്ചാൽ അത് എന്തൊക്കെ കൂടിച്ചേരുന്നതാണ്? അത് ഈ പറയുന്ന രാജ്യസഭയും അതുപോലെ തന്നെ ലോക്സഭയും അതുപോലെ രാഷ്ട്രപതി, പ്രസിഡൻ്റ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന രാജ്യസഭ അതുപോലെ തന്നെ ലോക്സഭ അതുപോലെ പ്രസിഡൻറ്റ് ഇത്രയും പേര് കൂടിച്ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു രാജ്യസഭ അതുപോലെ ലോക്സഭ അതുപോലെ തന്നെ പ്രസിഡൻറ്റ് ഇത്രയും പേര് ചേരുന്നതിനെയാണ് നമ്മൾ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി പാർലമെൻറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 79ാമത്തെ ആർട്ടിക്കിളിലാണ് പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 79ാമത്തെ ആർട്ടിക്കിളിലാണ് പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്കിപ്പോൾ പുതിയ പാർലമെൻറ്റ് കെട്ടിടമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ പാർലമെൻറ്റ് കെട്ടിടമാണെങ്കിൽ അതായത് 1927 ജനുവരി 18 ഇർവിൻ പ്രഭു അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ പഴയ പാർലമെൻറ്റ് കെട്ടിടം ഇർവിൻ പ്രഭു ആയിരുന്നു, ലോർഡ് ഇർവിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 1927 ജനുവരി 18 എന്നാൽ ഇപ്പോൾ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം അല്ലേ, അത് 2023 മെയ് 28 ശ്രീ നരേന്ദ്രമോദി നമ്മുടെ PM പ്രൈം മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2023 മെയ് 28 അതൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ പഴയ പാർലമെൻറ്റ് മന്ദിരമാണെങ്കിൽ 1927 ജനുവരി 18 ലോർഡ് ഇർവിനാണ്. 2023 മെയ് 28 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാം, ഒരു കറണ്ട് അഫെയർ ചോദിക്കാവുന്നതാണ്. 2023 മെയ് 28 പ്രൈം മിനിസ്റ്റർ ഈ പറയുന്ന നമ്മുടെ പുതിയ പാർലമെൻറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ്? അത് കമ്പനീസ് ആക്ട് ആണ് കേട്ടോ. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം കമ്പനീസ് ആക്ട് ആണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മളിപ്പോൾ രാജ്യസഭയെക്കുറിച്ചല്ലേ പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഒരു കാര്യം ഇവിടെ അറിഞ്ഞു വയ്ക്കണം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ ഏതാണ്? അത് രാജ്യസഭയാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് അപ്പർ ഹൗസ് എന്ന് പറയാം, രാജ്യസഭയാണ്. അതൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? അത് 6 വർഷമാണ്. അതൊന്ന് അറിഞ്ഞു വെക്കണം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. പിന്നെ 30 വയസ്സ്, കുറഞ്ഞത് 30 വയസ്സെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അതും അറിഞ്ഞു വെക്കണം. ഈ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? അത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. അതൊന്ന് ഓർത്തു വയ്ക്കാം. അതായത് രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇനി ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ രാജ്യസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനാണ് നേതൃത്വം വഹിക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഉപരിസഭ എന്നറിയപ്പെടുന്ന, അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത്. അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. മിനിമം 30 വയസ്സെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭ ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാനാണ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് ദൈനംദിന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ രാജ്യസഭയുമായിട്ട് പറയുമ്പോൾ നമുക്ക് ഇനിയും കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അടുത്തത്, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്. ലാലാ ലജ്പത് റായ്, അരവിന്ദ ഘോഷ്, രാജ്ഗുരു, ഖുദിറാം ബോസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. സൈമൺ കമ്മീഷൻ 1928 അല്ലേ, 1928 സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് ലാത്തി ചാർജിൽ ഈ പറയുന്ന പരിക്കേറ്റ് അന്തരിക്കുകയും ചെയ്ത വ്യക്തി ആരായെന്ന് ചോദിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട 1-2 കാര്യങ്ങളാണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത്, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നതൊക്കെ ആരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് സിംഹം, അതുപോലെ തന്നെ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത്. അതുപോലെ
പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ അതാരാണ്? അത് ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് ആണ്. AITUC അല്ലേ, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അതിൻ്റെ ആദ്യ പ്രസിഡൻറ്റ്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഈ പറയുന്ന ലാലാ ലജ്പത് റായ് ആയിരുന്നു. അതൊക്കെ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രബന്ധം ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് ആര്യ ഗസറ്റ് പബ്ലിഷ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായ് ആണ്. അതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ബുക്കാണ് ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ. ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ ആരുടെ ബുക്കാണ്? ലാലാ ലജ്പത് റായുടെ ബുക്കാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ കാണുന്നതാണ്, എൻ്റെ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ഓരോ അടിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളായി മാറും എന്ന് അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 1928 സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തിചാർജിൽ മരിച്ച ദേശസ്നേഹി അത് ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹം പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്നൊക്കെ അറിയപ്പെട്ടു. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനാണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റാണ്. ആര്യ ഗസറ്റ്, ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് ലാലാ ലജ്പത് റായ് പബ്ലിഷ് ചെയ്തതാണ് ആര്യ ഗസറ്റ്. അതുപോലെ ദ സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന കൃതി രചിച്ചത് ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ആരെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ബി പ്രധാനമന്ത്രി, സി ഗവർണർ, ഡി രാഷ്ട്രപതി. ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി ആണ് അല്ലേ, രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇംപീച്ച്മെൻ്റ് എന്ന പ്രക്രിയയിലൂടെ പുറത്താക്കാൻ സാധിക്കുന്നത് രാഷ്ട്രപതിയെയാണ്. അതുപോലെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾസ്. അപ്പോൾ ആർട്ടിക്കിൾ 52 എന്താണ്? ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതൊന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടത്. ആർട്ടിക്കിൾ 61 അത് അറിഞ്ഞു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 52 ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നു. ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 61. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇലക്ഷനെ കുറിച്ച് പറയുന്ന ഏതാണ്? ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി ഇലക്ഷനെ കുറിച്ച് 54 പറയുന്നത്. അതുപോലെ രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് നൽകാനുള്ള അനുവാദം അത് ആർട്ടിക്കിൾ 72 അപ്പോൾ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 54 പൊതുമാപ്പ് കൊടുക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 72 അതുപോലെ രാഷ്ട്രപതിയുടെ വീറ്റോ പവർ അല്ലേ, വീറ്റോ പവർ അത് 111 ആർട്ടിക്കിൾ 111 വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 123. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 123. ഇനി ആർട്ടിക്കിൾ 143 പ്രധാനപ്പെട്ടതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം. രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 143. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് പറഞ്ഞു. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്ന 52 ആർട്ടിക്കിൾ, അതുപോലെ ഇംപീച്ച്മെൻറ്റ് പറയുന്നത് 61 ആർട്ടിക്കിളാണ്. ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 54, രാഷ്ട്രപതിക്ക് പൊതുമാപ്പ് കൊടുക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്ന 72, വീറ്റോ പവറിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 111, ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 123, സുപ്രീം കോടതിയിൽ നിന്ന് ഈ പറയുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അവകാശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 143. ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസാണ്. അടുത്തത് ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് എ നോക്കാം, ലാഹോർ, ബി അമൃത്സർ, സി ഗുരുദാസ്പൂർ, ഡി റാവൽപിണ്ടി. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഭഗത് സിംഗ് ചൗക്ക് അഥവാ ഭഗത് സിംഗിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്, ഓർത്ത് വയ്ക്കണം. നമുക്കറിയാം ഭഗത് സിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് അല്ലേ, രക്തസാക്ഷികളുടെ രാജകുമാരൻ. അതുപോലെ ഷഹീദ് ഇ അസം,
ഷഹീദ് ഇ അസം അല്ലേ. ഇപ്പോൾ രക്തസാക്ഷികളുടെ രാജകുമാരൻ, ഷഹീദ് ഇ അസം എന്നൊക്കെ അറിയപ്പെട്ടത് അത് ഭഗത് സിംഗ് ആണ്, അതൊന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ അദ്ദേഹം ആദ്യമായി ഒരു മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി, അതാണ് ഇൻക്വിലാബ് സിന്ദാബാദ്. ഈ ഒരു മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയതാരാണ്? അത് ഈ പറയുന്ന ഭഗത് സിംഗ് ആണ്. അപ്പോൾ രക്തസാക്ഷികളുടെ രാജകുമാരൻ, ഷഹീദ് ഇ അസം, ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് അതൊക്കെ ഭഗത് സിംഗ് ആണ്, അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അദ്ദേഹം ഒരു സംഘടന സ്ഥാപിക്കുകയുണ്ടായി 1926. അതിൻ്റെ പേരാണ് നൗ ജവാൻ ഭാരത് സഭ. നൗ ജവാൻ ഭാരത് സഭ. ഇതാണ് 1926 ഭഗത് സിംഗ് സ്ഥാപിച്ച സംഘടന, അതൊന്ന് ഓർത്തു വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ജവാൻ ഭാരത് സഭ, അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഭഗത് സിംഗിൻ്റെ തൂലികാ നാമം അത് അറിഞ്ഞു വെക്കണം. അത് ബൽവന്ത്, രഞ്ജിത്ത്, അതൊക്കെ ഭഗത് സിംഗിൻ്റെ തൂലികാ നാമമാണ്. ബൽവന്ത്, അതുപോലെ തന്നെ രഞ്ജിത്ത്. ഭഗത് സിംഗിൻ്റെ തൂലികാ നാമമായിരുന്നു ബൽവന്ത്, രഞ്ജിത്ത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രബന്ധമുണ്ട്, വൈ ഐ ആം ആൻ ഏത്തിസ്റ്റ്. വൈ ഐ ആം ആൻ ഏത്തിസ്റ്റ് എന്ന് പറയുന്നത് ഭഗത് സിംഗിൻ്റെ ഒരു പ്രബന്ധമാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗത് സിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന ലാഹോറിലാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ, ഷഹീദ് ഇ അസം എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ആദ്യമായി മുഴക്കി. 1926 നൗ ജവാൻ ഭാരത് സഭ ആരംഭിച്ചു. ബൽവന്ത്, രഞ്ജിത്ത് എന്നൊക്കെ അദ്ദേഹത്തിന് തൂലികാ നാമങ്ങളുണ്ടായിരുന്നു. വൈ ഐ ആം ആൻ ഏത്തിസ്റ്റ് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രബന്ധമാണ്, അതൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി ഇദ്ദേഹത്തിന് തൂക്കിലേറ്റിയ വർഷം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. 1931 മാർച്ച് 23. 1, 2, 3 എന്ന് പഠിക്കാം അല്ലേ. 1931 മാർച്ച് 23. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. ഭഗത് സിംഗിനോടൊപ്പം മറ്റൊരു വ്യക്തിയും കൂടെ രണ്ടുപേരെയും കൂടെ തൂക്കിലേറ്റിയിരുന്നു. അത് രാജ്ഗുരു സുഖദേവാണ് കേട്ടോ. രാജ്ഗുരു സുഖദേവ് ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടവരാണ് 1931 മാർച്ച് 23. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻസ് ഉണ്ട്. A 84, B 86, C 79, D 73. നമ്മൾ ഭരണഘടനാ ഭേദഗതികൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ ഭേദഗതികളെല്ലാം തന്നെ നമ്മൾ പുതിയ റീസെൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ നമുക്ക് ആൻസർ വരുന്നത്? അത് ഓപ്ഷൻ ബി ആണ്. 86th അമെൻമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ 86th അമെൻമെൻറ്റിൽ എന്താണ് പറയുന്നത്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നത് ഈ പറയുന്ന 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും അതുപോലെ തന്നെ സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. അതുപോലെ ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത് ഈ പറയുന്ന 86th അമെൻമെൻറ്റ് വഴിയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തുകയുണ്ടായി. അത് 11ാമതായിട്ടൊരു മൗലിക കടമയും കൂടെ അതിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതായത് 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഓരോ പേരൻസിൻ്റെയും കടമയാണെന്ന് പറയുന്ന മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നതും ഈ പറയുന്ന 86th അമെൻമെൻറ്റ് വഴിയാണ്. അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാണെന്ന് ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. വർഷം 2002 കേട്ടോ. അതുപോലെ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. അതുപോലെ മൗലിക കടമകളിൽ 51A 11ാമതായി ഒരു മൗലിക കടമയും കൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അത് ഈ പറയുന്ന കുട്ടികളുടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം പേരൻസിൻ്റെ കടമ അഥവാ മാതാപിതാക്കളുടെ കടമയാണെന്ന് ഉള്ള ഒരു മൗലിക കടമയും കൂടെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇനി നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് നമ്മുടെ ഈ പറയുന്ന 42nd അമെൻമെൻറ്റ് അല്ലേ. 42nd അമെൻമെൻറ്റ് ആണെങ്കിൽ അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അത് എല്ലാവർക്കും അറിയായിരിക്കും. 42nd അമെൻമെൻറ്റ് ആണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. 42nd ആണെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് 1976 കേട്ടോ. 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന 42nd അമെൻമെൻറ്റ് വരുന്നത്. അതായത് ആ ഒരു സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു അമെൻമെൻറ്റ് വരുന്നത്.
ഇനി 42nd അമെൻമെൻറ്റിന് വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് അറിഞ്ഞു വെക്കുന്നതാണ്. അത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ നമ്മൾ അറിഞ്ഞു വെക്കണം 42nd അമെൻമെൻറ്റിന് ശുപാർശ ചെയ്ത കമ്മിറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളങ്ങനെ പഠിച്ചു വെക്കാൻ മടിക്കുന്നൊരു പോയിൻ്റാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പറയാം 1976 42nd അമെൻമെൻറ്റ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ആമുഖം ഭേദഗതി ചെയ്തു, ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഭരണഘടന അമെൻമെൻറ്റ് അഥവാ ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി എന്ന് നമുക്ക് പറയാം, അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി, ഓക്കെ, ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതും 42nd അമെൻമെൻറ്റ് വഴിയാണ്, അതൊന്ന് ഓർത്തു വെക്കണം. അതുപോലെ മൗലിക ചുമതലകൾ ഈ പറയുന്ന കൂട്ടിച്ചേർക്കുന്നത് 42nd അമെൻമെൻറ്റ് വഴിയാണ്. നമ്മുടെ പാർട്ട് 4A അല്ലേ, പാർട്ട് 4A മൗലിക ചുമതലകൾ, മൗലിക കടമകൾ എന്നും പറയാം, അത് കൂട്ടിച്ചേർക്കുന്നത് ഭാഗം 4A ഇത് കൂട്ടിച്ചേർക്കുന്നത് നമ്മുടെ 42nd അമെൻമെൻറ്റ് വഴിയാണ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു 11ാമത്തെ മൗലിക ചുമതല കൂട്ടിച്ചേർക്കുന്ന ഏത് അമെൻമെൻറ്റ് വഴിയാണ്? അത് 86th അമെൻമെൻറ്റ് വഴിയാണ്. എന്നാൽ ആദ്യത്തെ 10 പാർട്ട് 4A ആയിട്ട് കൂട്ടിച്ചേർക്കുന്നത് നമ്മുടെ 42nd അമെൻമെൻറ്റ് വഴിയാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട പാർട്ട് 14A കൂട്ടിച്ചേർക്കുന്നത് ഈ പറയുന്ന 42nd അമെൻമെൻറ്റ് ആണ്, അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന പ്രധാന പോയിൻറ്റ്സ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ 42nd അമെൻമെൻറ്റ് ആണെങ്കിൽ ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. 1976 ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് വരുന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇങ്ങനെയൊരു ഭേദഗതി ശുപാർശ ചെയ്യുന്നത്. 21A കൂട്ടിച്ചേർക്കുന്നു, അത് 21A കൂട്ടിച്ചേർക്കുന്നത് 86th അമെൻമെൻറ്റ് വഴിയാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത് 42nd അമെൻമെൻറ്റ് വഴിയാണ്. അതുപോലെ നമ്മുടെ ഈ പറയുന്ന മൗലിക ചുമതലകളായി 10 കടമകൾ അല്ലെങ്കിൽ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കുന്നത് നമ്മുടെ ഈ പറയുന്ന 42nd അമെൻമെൻറ്റ് വഴിയാണ്. 11ാമത്തേത് കൂട്ടിച്ചേർക്കുന്നതാണ് നമ്മുടെ 86th അമെൻമെൻറ്റ്, അതുമൊന്ന് ഓർത്ത് വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, താഷ്കൻഡ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇന്ത്യ ചൈന യുദ്ധം പരിഹരിക്കുന്നതിന്, ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്, സി ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പരിഹരിക്കുന്നതിന്, ഡി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ഇവിടെ ആൻസർ ഏതാണ്? അത് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താഷ്കൻഡ് പ്രഖ്യാപനം ഒപ്പുവയ്ക്കുന്നത്. അത് ഏത് വർഷമായിരുന്നു? 1966 1966 ജാനുവരി 10 അതായത് ആ ഒരു സമയത്ത് പാക് പ്രസിഡൻ്റ് ആയിരുന്ന അയ്യൂബ് ഖാനും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുമാണ് ഈ പറയുന്ന താഷ്കൻഡ് കരാറിൽ ഒപ്പുവെക്കുന്നത്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം ഈ താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് വിദേശത്ത് വെച്ച് ഇദ്ദേഹം അന്തരിക്കുന്നത് അല്ലേ, ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നത്. അതായത് സമാധാനത്തിൻ്റെ ആൾരൂപം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് കേട്ടോ. വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം മരിക്കുന്നത് 1966 ജനുവരി 11 താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചതിന് പിറ്റേ ദിവസമാണ്. അതുപോലെ ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കുന്നത് താഷ്കൻഡ് കരാറാണ്. ഒരു കൊച്ചുകുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതാണ്? താഷ്കൻഡ് കരാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓർത്ത് വയ്ക്കുക. ഇവിടെ ഓപ്ഷൻ എയിൽ ഏതൊക്കെയാണ് പറയുന്നത്? 1ഉം 2ഉം ശരിയെന്നാണ് പറയുന്നത്. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിങ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. അപ്പോൾ ഉദാരവൽക്കരണം അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം ഇതുമായി ബന്ധപ്പെട്ടതാണ് 1991 സാമ്പത്തിക പരിഷ്കാരം. 1991 നടന്ന സാമ്പത്തിക പരിഷ്കാരം. നമുക്കറിയാം ഈ 1991 നമ്മുടെ പ്രത്യേകത എന്തായിരുന്നു? ആ ഒരു സമയത്ത് 1990 അതുപോലെ 1992 ആ ഒരു കാലഘട്ടത്തിലാണ് 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി അഥവാ ആനുവൽ പ്ലാൻ നടപ്പിലാക്കുന്നത്.
ഓക്കെ, 1992 ആ ഒരു കാലഘട്ടത്തിൽ 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ ആനുവൽ പ്ലാൻ നടപ്പിലാക്കുന്നത് ഈ പറയുന്ന 1991 ആ ഒരു കാലഘട്ടത്തിലാണ്. ഇനി നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയ കാലഘട്ടമെന്ന് ഇതിനെ പറയാം അല്ലേ. ഈ വാർഷിക പദ്ധതി അഥവാ ആനുവൽ പ്ലാൻസ് നടന്ന കാലഘട്ടത്തിലാണ് നരസിംഹറാവു ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം. ആ ഒരു സമയത്ത് ധനമന്ത്രി ആരായിരുന്നു? അത് മൻമോഹൻ സിംഗ് ആയിരുന്നു അല്ലേ. ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ ഒരു സമയത്തെ ധനമന്ത്രി. മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ആനുവൽ പ്ലാൻ 7th 5 ഇയർ പ്ലാനിനും 8th 5 ഇയർ പ്ലാനിനും ഇടയിലായിരുന്നു. 1990 മുതൽ 92 വരെയായിരുന്നു നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവന്നത് ഈ ഒരു കാലഘട്ടത്താണ്. ആ ഒരു സമയത്ത് ധനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമ്മൾ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതികളുടെ വർഷം കൂടി ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കണേ. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പഠിക്കുകയാണെങ്കിൽ 1951-56 ആണ്. ഓക്കെ, രണ്ടാമത്തേതാണെങ്കിൽ 56-61 ആണ്. ഇത് ആദ്യത്തെ വർഷം പഠിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് 61-66 ആണ്. 61-66 ആണ്. പിന്നെ നമുക്ക് 3 വർഷമില്ല. പിന്നെ 69-74 ആണ് കേട്ടോ. 69-74. അതിനുശേഷം 74-79 ആണ്. അതിനുശേഷം 80-85 ആണ്. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ കുറച്ചെണ്ണം പഠിച്ചു പോവുക. ഇനി 66-69 കാലഘട്ടത്തിൽ എന്തായിരുന്നത്? പ്ലാൻ ഹോളിഡേ ആയിരുന്നേ. 66-69 കാലഘട്ടത്തിൽ ഏതായിരുന്നു? അത് പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അതൊന്ന് ഓർത്തു വെക്കണേ. ഓക്കെ, നമ്മൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ പഠിച്ചു പോവുകയാണ് ഈ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951, അതുപോലെ 1956. സെക്കൻഡ് ആണെങ്കിൽ 1956, 1961. തേർഡ് ആണെങ്കിൽ 61, അതുപോലെ തന്നെ 66 ആയിരുന്നു. അതിനുശേഷം 3 വർഷം പ്ലാൻ ഹോളിഡേ ആണ്. അതിനുശേഷം 69-74 വരുന്നു. അതായത് 1, 2, 3, 4 5 ഇയർ പ്ലാൻസിൻ്റെ എങ്കിലും വർഷം ഇപ്പോൾ പഠിച്ചു പോവുക. അടുത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പഠിക്കാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ 51, 56, 61, 61, 66. അതിനുശേഷം പ്ലാൻ ഹോളിഡേ 3 വർഷം. അതിനുശേഷം 69, 74. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓപ്ഷൻ എ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC, സെക്കൻഡ് സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ AICTE, തേർഡ് വൺ വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി NCERT, ഫോർത്ത് വൺ മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലേ. ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, അതുപോലെ AICTE ആണിത്. അടുത്തത് NCERT. ഇതെല്ലാം വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇത് ICMR എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ആണ്. മെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ് ഈ 4ാമത്തെ സംഘടന, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് 1953 ഡിസംബർ 28. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28 ആണ്. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടവ പഠിക്കുന്നുള്ളൂ. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് മമിതാല ജഗദീഷ് കുമാർ ആണ്. മമിതാല ജഗദീഷ് കുമാർ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. UGC 1953 ഡിസംബർ 28 നിലവിൽ വന്നു. ഇപ്പോഴത്തെ ചെയർമാൻ മമിതാല ജഗദീഷ് കുമാറാണ്. അടുത്തത് AICTE. AICTE എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത് 1945 നവംബറിലാണ്. അപ്പോൾ UGC ആണെങ്കിൽ 1953 ഡിസംബർ 28 AICTE ആണെങ്കിൽ 1945 നവംബറിലാണ്. AICTEയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് TG സീതാറാം ആണ്. ഇതൊക്കെ നമുക്ക് PSC ചോദിക്കാം കേട്ടോ. TG സീതാറാമാണ് ഈ 2024 ജാനുവരി ആ ഒരു സമയത്തെ AICTEയുടെ ചെയർമാൻ. ഇത് LDC എക്സാം ആകുമ്പോഴേക്കും എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം NCERT.
NCCERT എന്ന് വെച്ചാൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. NCCERT നിലവിൽ വരുന്നത് 1961 എന്നാണ്. 1961 ദിനേശ് സക്ലാനിയാണ് ഇപ്പോഴത്തെ NCCERT ചെയർമാൻ. ആരാണ്? ദിനേശ് സക്ലാനിയാണ് NCCERTയുടെ ചെയർമാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നോക്കാം. ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അല്ലേ, അത് നിലവിൽ വരുന്നത് എന്നാണ്? 1949 നിലവിൽ വരുന്നത്. ICMR എന്ന പേരിൽ നിലവിൽ വരുന്ന 1949 ഇപ്പോഴത്തെ ചെയർമാൻ അത് രാജീവ് ബാലാണ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1953 ഡിസംബർ 27 നിലവിൽ വരുന്നു. ഇപ്പോഴത്തെ ചെയർമാൻ മമിതാല ജഗദീഷ് കുമാറാണ്. AICTC ആണെങ്കിൽ 1945 നവംബറിൽ വരുന്നു. TG സീതാറാമാണ് ഇപ്പോഴത്തെ ചെയർമാൻ. NCCERT ആണെങ്കിൽ 1961 വരുന്നു. ദിനേശ് സക്ലാനിയാണ് ചെയർമാൻ. ICMR ആണെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് 1949 നിലവിൽ വരുന്നു. രാജീവ് ബാലാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ഇതെല്ലാം കറണ്ട് അഫെയർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്കിത് ഉറപ്പായിട്ട് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ SSCERT ബേസ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഡെയിലി ഉണ്ട്. വൈകിട്ട് 6 മണിക്കുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ക്ലാസ്സുകൾ കാണുക. അതുപോലെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. നമുക്കറിയാമല്ലോ LDC എക്സാം എന്ന് വെച്ചാൽ വളരെയധികം ആളുകൾ എഴുതുന്ന എക്സാമാണ്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക. അതുപോലെ നന്നായിട്ട് എല്ലാ റെഫറൻസും എടുത്ത് മാക്സിമം നന്നായിട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.